കക്കയത്ത് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിൻ്റെ മകൻ നമുക്കൊപ്പമുണ്ട്. നമ്മൾ ആ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നറിയാമോ? മലയിൽ കയറിപ്പോയി വീട്ടിലേക്കുള്ള അരിയും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള മറ്റേ കൊക്കോയും ഇതൊക്കെ പറിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം. ഈ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് അവിടേക്ക്? ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവും. മലയ്ക്ക് മുകളിലാണ്. അവിടെ ഇത്തരത്തിൽ കാട്ടുജീവികളുടെയൊക്കെ ആക്രമണം, ജീവികൾ പന്നി, മറ്റേ കുരങ്ങ്, മലാൻ, മുള്ളനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം കാട്ടി, ആന, എല്ലാ ശല്യങ്ങളും ഇപ്പം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്? ഒറ്റയ്ക്കായിരുന്നു പോയത്. സാധാരണ ഇതിൽ അങ്ങനെ തന്നെയാണോ പോകാറ്? അങ്ങനെയാണ് പോകാറ്. നിങ്ങൾക്ക് എന്താണ് ജോലി? ഞാൻ കൂലിപ്പണിയാണ്. അച്ഛനെ നമ്മൾ കൂലിപ്പണി വെച്ചാൽ ഞാൻ വേറെ വീട് വെച്ച് താമസിക്കുകയാണ്. എനിക്ക് വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്. അപ്പം നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. ഈ കൃഷിഭൂമിയിൽ എന്തൊക്കെയാണ് വിളകളാണുള്ളത്? അവിടെ കൊക്കോയുണ്ട്, കശുവണ്ടിയുണ്ട്, പിന്നെ കുരുമുളകുണ്ട്, അടയ്ക്കയുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെയുള്ള അത്യാവശ്യം. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് എത്ര കാലമായി? അവിടെ ഞങ്ങളൊരു ഓലപ്പരയായിരുന്നു. ഓലപ്പര എന്ന് വെച്ചാൽ ഷീറ്റൊക്കെ ഇട്ട ഓലപ്പരയായിരുന്നു. ആ ഓലപ്പരയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 1.5-2 വർഷം ആയേ ഉള്ളൂ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അത് പള്ളീൻ്റെ വകയായിട്ട് സ്ഥലവും വീടും എടുത്തു തന്നതാണ്. ഇവിടെ വീടും സ്ഥലവും കൂടെ നമുക്ക് എടുത്തു തന്നതാണ്. അങ്ങനെ പള്ളിക്കാർ പണ്ടാണ് ഞങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ താമസത്തോടെ എത്ര കാലമായി? അവിടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ വിളകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് ജീവിതമാർഗം. ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ് ഫോറസ്റ്റ് ഓഫീസിൽ, അതോടൊപ്പം തന്നെ മോർച്ചയ്ക്ക് മുമ്പിലൊക്കെ. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് ഈ കാട്ടുപോത്തുകളെ വെടിവെച്ച് കൊല്ലുക, പന്നികളെയും മുള്ളനെയും ആനേനൊക്കെ തുരുത്തി വെടിവെച്ച് കൊല്ലുക, എല്ലാത്തിനെയും കൊന്നിട്ട് മനുഷ്യർക്ക് ഇനി ജീവിക്കാനുള്ളൊരു സംരംഭം ഉണ്ടാക്കുക, ഈ മൃഗങ്ങളെ നശിപ്പിക്കുക. ഇതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം, ജനങ്ങളുടെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം. 2 ആഴ്ചകൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഇവിടെ വന്യജീവികളൊക്കെ വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ വനവകുപ്പൊന്നും നടപടിയെടുത്തില്ല എന്നുള്ള ആരോപണം കൂടിയുണ്ട്. ഈ വനവകുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഈ കാടിൻ്റെ അതിർത്തി പോലും ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർക്കറിയത്തില്ല, അതിർത്തി പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർക്ക്. അവരുടെ കാര്യങ്ങൾ അവർ ആ ഓഫീസിൽ പോയി ഇരിക്കാന്നല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോവുകയോ അതിർത്തി അറിയുകയോ ഒന്നും അവർക്ക് അറിയത്തില്ല. നിങ്ങളോടൊക്കെ എങ്ങനെയാണ് ഇടപെടുന്നത് വനവകുപ്പ്? വനംവകുപ്പ് എന്ന് പറഞ്ഞാൽ വന്ന് ആ സൈഡിൽ കൂടി അങ്ങ് പോവും. വണ്ടി ജീപ്പിന് വരും, അവിടെ വരും, തിരിച്ചവിടെ പോവും. ഒരു സ്ഥലത്ത് സന്ദർശിക്കുകയോ പിടിക്കുകയോ ഒന്നുമില്ല. ആന വന്നാൽ 2 പടക്കം പൊട്ടിക്കും. അവർ അന്നേരം പറയും പോയല്ലോ എന്നും പറഞ്ഞാൽ അവർ പോവും. ആന പിന്നെയും തിരിച്ചു വരും. ഇതൊക്കെ തന്നെ സംഭവം. ഈ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് ഈ കൃഷി സ്ഥലം? അതെ. ഉണ്ടാറുണ്ട്. അവിടെ കുറേ സ്ഥലങ്ങൾ വനഭൂമിയുടെ അതിർത്തി കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് തന്നെയാണ്. എത്ര ഏക്കർ സ്ഥലമുണ്ട് അവിടെ? 1.5 ഏക്കർ സ്ഥലം. അമ്മയോ മറ്റോ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ പോകാറുണ്ടോ ഈ സ്ഥലം? ആ സ്ഥലത്ത് അമ്മയ്ക്ക് സുഖമില്ലാതെ കിടപ്പാണ്. അമ്മയ്ക്ക് തലയ്ക്ക് ബ്ലഡ് കോട്ടായിട്ട് ഇപ്പം ഒരു 2-3 വർഷമായിട്ട് ഇപ്പോൾ കിടപ്പ് തന്നെയാണ്. എന്താണ് സർക്കാരിനോട് ആവശ്യപ്പെടാറുള്ളത്? സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് കാട്ടുമൃഗങ്ങളെ ഒഴിവാക്കുക, ആനകളെ തുരത്തുക, പിന്നെ ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലുക. പിന്നെ വെച്ചാൽ സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ജോലി ഒരാൾക്ക്, പിന്നെ നമ്മൾ 50 ലക്ഷം രൂപ, പിന്നെ ആ സ്ഥലം ഫോറസ്റ്റ് ഏറ്റെടുത്തിട്ട് അതിനുള്ള പൈസ നമുക്ക് തരിക. ഏതായാലും ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ട സംരക്ഷണം സർക്കാർ നൽകാൻ ബാധ്യസ്ഥമാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും അവർ പറയുകയും ചെയ്യുന്നത്. പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഹർത്താലടക്കമുള്ള സമരപരിപാടികളിലേക്ക് സംഘടനകളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.